ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. അവരുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഒരുപാട് പ്രാദേശിക സംഘടനകൾ ഉണ്ടായിരുന്നു. അവയൊക്കെ പ്രാദേശിക സ്വഭാവങ്ങളായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. ഉദാഹരണം പറയുകയാണ് എങ്കിൽ ബംഗാൾ ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ, ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ, മദ്രാസ് മഹാജൻ സഭ, പൂനെ സാർവജനിക് സഭ, MG റണാഡയുടെ പൂനെ സാർവജനിക് സഭ തുടങ്ങിയ ഒരുപാട് പ്രാദേശിക സംഘടനകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. പക്ഷെ ഇവയ്ക്കൊന്നും, അപ്പൊ ഇവയുടെ ഉദ്ദേശം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരിക എന്നുള്ളതൊന്നും ആയിരുന്നില്ല ഇവയുടെ ഉദ്ദേശം. നേരെ മറിച്ച് ഇവ രൂപീകരിച്ചതെല്ലാം തന്നെ ദാദാഭായ് നവറോജി ആയിക്കൊള്ളട്ടെ, ബദറുദ്ദീൻ തയാബ്ജി ആയിക്കൊള്ളട്ടെ, SN ബാനർജി ആയിക്കൊള്ളട്ടെ, MG റണാഡെ ആയിക്കൊള്ളട്ടെ, ഇവരെല്ലാവരും സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന തുറയിൽ ജീവിക്കുന്നവരാണ്. അതായത് ലാൻഡഡ് എലീറ്റ്സ് തന്നെയാണ്. ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ആദ്യകാല സംഘടനകൾ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. പക്ഷെ ഇതിൽ നിന്ന് ഒരു ദേശീയ രൂപം ഈ സംഘടനകളിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് ഒരു ദേശീയ സംഘടനയിലേക്ക് മാറുകയാണ്. ഒരു ദേശീയ രൂപം ഇവയ്ക്കെല്ലാം കൈവരികയാണ്. അങ്ങനെയാണ് 1885 കൃത്യമായിട്ട് പറഞ്ഞാൽ 1885 ഡിസംബർ 28 മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃതം കോളേജിൽ വെച്ചിട്ട് 72 പേര് ചേർന്നിട്ട് ഇന്ത്യയിലെ ഒരു വലിയ പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യയുടെ ഭാവി മറ്റൊന്നാക്കാവുന്ന ഒരു പ്രസ്ഥാനത്തെ രൂപീകരിക്കുകയാണ്. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ചുമ്മാ ഫാക്ച്വൽ ആയിട്ട് അറിഞ്ഞു വെക്കുക, എവിടെയെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കുക. സത്യത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. പൂനെയിൽ വെച്ച് സമ്മേളിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് പൂനെയിൽ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടിരുന്നത് കൊണ്ട് അവർക്ക് പൂനെയിൽ ചേരാൻ പറ്റാതെ വരികയും അങ്ങനെ അവർ മുംബൈയിലേക്ക് മാറുകയുമാണ് ഉണ്ടായത്. അപ്പോൾ 1885 ഒരു പാൻ ഇന്ത്യ ഓർഗനൈസേഷൻ. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതിന്റെ സ്ഥാപകനായിരുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്നാണ്. AO ഹ്യൂം. അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി, ഇന്ത്യൻ പക്ഷിശാസ്ത്രത്തിന്റെ പിതാവായിട്ടുള്ള അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു സംഘടന ഇന്ത്യക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അതിന്റെ മറ്റു നേതാക്കൾ ആരായിരുന്നു? SN ബാനർജി, ആനന്ദ് മോഹൻ ബോസ്, ദാദാഭായ് നവറോജി, ബദറുദ്ദീൻ തയാബ്ജി. ഇവരെല്ലാം എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇനി എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് നോക്കുക. നമ്മളൊരു പ്രസ്ഥാനം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒബ്ജക്റ്റീവ് നോക്കുക. അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് റിസീവ്ഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. ഇവരെല്ലാവരും തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയവരായിരുന്നു, അതും യൂറോപ്പിൽ പോയി പഠിച്ചവരായിരുന്നു. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവർ യൂറോപ്പിൽ പോയി പഠിച്ചവരായിരുന്നു. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായിരുന്ന വ്യക്തിയാണ്. ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസ് അംഗമായിരുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അപ്പോൾ അദ്ദേഹം ബ്രിട്ടനിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ബ്രിട്ടനിലുള്ള ബ്രിട്ടീഷ് ജനങ്ങളോട് അല്ലെങ്കിൽ ബ്രിട്ടനിലെ പ്രജകളോട് ബ്രിട്ടൻ സ്വീകരിക്കുന്ന നയമല്ല ബ്രിട്ടൻ ഇന്ത്യയിൽ സ്വീകരിക്കുന്നത്. മനസ്സിലാക്കുക, ബ്രിട്ടനിൽ ബ്രിട്ടീഷുകാരെ എങ്ങനെയാണോ അവരുടെ സർക്കാർ ഭരിക്കുന്നത്, അതിലും ഹീനമായ രീതിയിൽ തികച്ചും അടിമകളോടെന്ന പോലെയാണ് ഇന്ത്യയിലെ ജനങ്ങളോട് ബ്രിട്ടീഷ് സർക്കാർ പെരുമാറുന്നത്. അപ്പോൾ അത് പാടില്ല. തങ്ങളുടെ ബ്രിട്ടീഷ് കൗണ്ടർ പാർട്സിന് ഏതെല്ലാം സിവിൽ റൈറ്റുകൾ, ഏതെല്ലാം അധികാരങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം രാഷ്ട്രീയ അധികാരങ്ങൾ ലഭിക്കുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾക്കും ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദാദാഭായ് നവറോജി പ്രക്ഷോഭം നടത്തിയത്. അല്ലെങ്കിൽ പ്രക്ഷോഭം എന്ന് പറയാൻ സാധിക്കില്ല, അദ്ദേഹത്തിന്റെ ആവശ്യം അതായിരുന്നു. പ്രക്ഷോഭം നടത്തിയിട്ടില്ല, ഓർക്കുക, അദ്ദേഹം പ്രക്ഷോഭമൊന്നും നടത്തിയിട്ടില്ല. ദാദാഭായ് നവറോജി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ എന്നാണ് പറയുന്നത്. അൺബ്രിട്ടീഷ് റൂൾ, അതായത് ബ്രിട്ടൻ ഇങ്ങനെയല്ല ഭരിക്കുന്നത്, ബ്രിട്ടൻ ഭരിക്കുന്ന രീതി ഇതല്ല, ഇത് ബ്രിട്ടന്റെ ഭരണമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലത്ത് രൂപീകൃതമായത് എന്ന് ഓർത്തു വെക്കുക.
അത് അവരുടെ സിവിൽ ലിബർട്ടീസ്, ബ്രിട്ടനിലുള്ള ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന അതേ, ബ്രിട്ടനിലുള്ള ബ്രിട്ടീഷ് പൗരന്മാർക്ക് ലഭിക്കുന്ന അതേ സിവിൽ ലിബർട്ടീസ് ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യ ഉദ്ദേശം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് മോഡറേറ്റ് സ്വഭാവമുള്ളവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ മോഡറേറ്റ് സ്വഭാവമുള്ളവരാണ്. അവര് വലിയ ജാഥ നടത്താനോ ആള് കൂടാനോ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ചീത്ത പറയാനോ ഒന്നും അവര് പോവാറില്ല. അവര് പി ആൾക്കാരായിരുന്നു. 3 P: പ്രയർ, പെറ്റീഷൻ, പ്രൊട്ടസ്റ്റ്. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടസ്റ്റ്. അങ്ങനെ 3 Pയുടെ ആൾക്കാരായിരുന്നു ആര്? ഈ പറയുന്ന മോഡറേറ്റുകൾ അല്ലെങ്കിൽ ആദ്യകാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ. അവർ വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, ഇപ്പോൾ ബ്രിട്ടൻ സമരം ചെയ്യരുത്, ബ്രിട്ടന്റെ നിയമം അനുസരിക്കാതിരുന്നാൽ നിങ്ങൾ ജയിലിൽ പോകുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിയമം അനുസരിക്കും. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടല്ലാതെ അല്ലെങ്കിൽ നിയമം ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ടിലേക്കൊന്നും അവർ ചെന്നില്ല. സർക്കാർ എന്തു പറയുന്നു അത് കേട്ടുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുവാനാണ് അവർ ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് എന്താണ്, അവരൊരു ബ്രിട്ടീഷ് രാജിനെ ഓവർത്രോ ചെയ്യുക അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തെ പുറത്തു കളയുക എന്നുള്ളതൊന്നും അവരുടെ ഉദ്ദേശം ആയിരുന്നില്ല. എന്തൊക്കെയായിരുന്നു അവരുടെ ഡിമാൻഡ്സ് എന്ന് നോക്കുക. ഇന്ത്യനൈസേഷൻ ഓഫ് സിവിൽ സർവീസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിവിൽ സർവീസിൽ ഇന്ത്യക്കാരുടെ എണ്ണം കൂട്ടുക. രണ്ടാമത്തെ എന്താണ്? ഇൻക്രീസിംഗ് റെപ്രസെന്റേഷൻ ഓഫ് ഇന്ത്യൻസ് ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. നമ്മുടെ വൈസ്രോയെ ഉപദേശിക്കുവാനും വൈസ്രോയുടെ കാര്യങ്ങളൊക്കെ നോക്കുവാനുമായിട്ട് ഒരു നിയമനിർമ്മാണ സഭ വൈസ്രോയ്ക്ക് ഉണ്ട്. അതിലെന്ത് ചെയ്യുക? ഇപ്പോൾ 3 ഇന്ത്യക്കാരേ ഉള്ളൂ, അതിൽ കുറച്ചുകൂടി ഇന്ത്യക്കാരെയൊക്കെ ചേർക്കുക. സ്ട്രെങ്തനിങ് ഓഫ് സിവിൽ ലിബർട്ടീസ്, കുറച്ച് അധികാരങ്ങളൊക്കെ സിവിൽ ലിബർട്ടീസ്, ചില രാഷ്ട്രീയ സാമൂഹ്യ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ എന്ത് ചെയ്യുക? ഇന്ത്യൻ പൗരന്മാർക്ക് തരിക. ഫ്രീഡം ഓഫ് പ്രസ്, തീർച്ചയായിട്ടും ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിക്കുവാനുള്ള അധികാരമൊക്കെ എന്ത് ചെയ്യണം? ഞങ്ങൾക്കും കൂടെ തരണം. അല്ലെങ്കിൽ പ്രസ് മാന്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ സെൻസർ ഒന്നും ചെയ്യാതെ, പത്രങ്ങളൊന്നും നിങ്ങൾ പിടിച്ചു വെക്കാതെ എന്ത് ചെയ്യുക? വളരെ മാന്യമായ രീതിയിൽ പത്ര സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകുക. ഇൻക്രീസ് ട്രേഡ് ടാരിഫ് ടു പ്രൊട്ടക്ട് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, അതായത് ബ്രിട്ടനിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട്, അതിനെന്ത് ചെയ്യുക? ഭീമമായിട്ട് നിങ്ങൾ നികുതി ചുമത്തിയിട്ട് ഇന്ത്യൻ ഗുഡ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. തീർച്ചയായിട്ടും അതൊക്കെ വളരെ ഉട്ടോപ്യൻ ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ്. എന്നാലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അത് ചിരിച്ചു തള്ളിക്കളഞ്ഞു. പക്ഷെ എന്ത് ചെയ്തു? ഇവർ ഈ 5-6 കൊല്ലം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ഒരു ദശകം എടുത്തോളൂ, 1885 മുതൽ 1895 വരെയുള്ള കാലഘട്ടം എടുത്താലും ഇവർക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിച്ചില്ല. ഇവരെന്ത് ചെയ്യും? ഇവരെല്ലാവരും വർഷത്തിൽ ഒരു തവണ, അതായത് മിക്കവാറും ഡിസംബർ മാസത്തിൽ ഇവരുടെ ക്രിസ്മസ് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒത്തുകൂടും, ചായ കുടിക്കും, വിശേഷമൊക്കെ പറയും, പിരിയും. അല്ലാതെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒന്നും തന്നെ ചെയ്യുവാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ എന്താണ്, ചിലർക്ക് അല്ലെങ്കിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ആകൃഷ്ടരായിട്ട് വന്നിട്ടുള്ള ഒരു യങ് ജനറേഷൻ ഉണ്ട്, ഒരു യൂത്ത് ഉണ്ട്. ലാൽ പാൽ ബാൽ എന്ന് പറയുന്ന ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ഈ പറയുന്ന 3 പേർക്കും അല്ലെങ്കിൽ ഇവർ നേതൃത്വം നൽകുന്ന യുവവിഭാഗത്തിന്, ഒരു യങ് ഫാക്ഷൻ എന്ത് സംഭവിക്കുകയാണ്? വളരെ ഡിസാറ്റിസ്ഫാക്ഷൻ ആവുകയാണ്. ഈ വയസ്സായവരെ കൊണ്ട് ഒരു ഉപകാരവുമില്ല, ഇവർ വെറുതെ ബ്രിട്ടീഷുകാരുടെ എന്താണ് പറയുക, ബ്രിട്ടീഷുകാരുടെ യാചകരാണ്, പൊളിറ്റിക്കൽ ബെഗേഴ്സ്, അങ്ങനെയാണ് ഇവരെ വിളിച്ചുകൊണ്ടിരുന്നത്. രാഷ്ട്രീയ യാചകരായിട്ടാണ് ഇവരെ ലാൽ പാൽ ബാൽ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ യുവജന വിഭാഗങ്ങളൊക്കെ കളിയാക്കി വിളിച്ചിരുന്നത് എന്താണ്? രാഷ്ട്രീയ യാചകര് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇവരെ കൊണ്ട് സിഗ്നിഫിക്കന്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സ്ഥിതി വരികയും മറ്റ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് രീതികളിലേക്ക് പോകണമെന്ന് എന്ത് തീരുമാനിക്കുകയാണ്? ഈ പറയുന്ന ലാൽ പാൽ ബാൽ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, പിന്നെ ബാലഗംഗാധര തിലക്, ഇവർ 3 പേരും കൂടെ തീരുമാനിക്കുകയാണ്. ഈ ബാലഗംഗാധര തിലകിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ഒരു അസാധ്യ പ്രാസംഗികനാണ്. ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ജയിലിൽ പോയ മനുഷ്യൻ അദ്ദേഹമാണ്. നാസിക് ഗൂഢാലോചന കേസ് എന്ന് പറഞ്ഞിട്ട്, അതായത് പൂനെയിലെ പ്ലേഗ് കമ്മീഷണർ ആയിരുന്ന റാണ്ടിനെ 2 പേര് ചേർന്ന് വധിക്കുകയാണ്. ചപ്പേത്കർ സഹോദരന്മാർ എന്ന് പേരായ 2 പേര് റാണ്ട് എന്ന് പറയുന്ന അന്നത്തെ പ്ലേഗ് കമ്മീഷണറെ വധിക്കുകയാണ്. അങ്ങനെ വധിച്ചു കഴിഞ്ഞ് അന്വേഷിച്ച് ചെന്നപ്പോൾ അവർക്ക് തോക്ക് കൊണ്ടുപോയി കൊടുത്തത് ആരാണ്? അത് വി.ഡി. സവർക്കറാണ്. അങ്ങനെ സവർക്കർ ആൻഡമാൻ ജയിലിലേക്ക് പോവുകയാണ്. പിന്നെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവർക്ക് ഇൻസ്പിറേഷൻ, അതായത് ഇവർക്ക് റാണ്ടിനെ കൊല്ലുവാനുള്ള പ്രചോദനം ലഭിച്ചത് നമ്മുടെ
ബാലഗംഗാധർ തിലകിന്റെ പ്രസംഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ എന്ത് ചെയ്തു? ബാലഗംഗാധർ തിലകും 7 വർഷത്തേക്ക് ജയിലിൽ പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആദ്യമായിട്ട് ജയിലിൽ കിടന്ന നേതാക്കളിൽ ഒരാളാണ് ബാലഗംഗാധർ തിലക്. അത്രയും റാഡിക്കൽ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസത്തിലുള്ള പ്രൊട്ടസ്റ്റുകളൊന്നും തളച്ചിടാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം മറ്റു വഴികൾ, ബോയ്ക്കോട്ട്, സ്വദേശി പോലെയുള്ള മറ്റു വഴികളിലേക്ക് അദ്ദേഹം തിരിഞ്ഞു. അത് നമ്മൾ സ്വദേശി മൂവ്മെന്റ് അടുത്ത ക്ലാസ്സാണ്, അതിൽ നമ്മൾ പഠിക്കും. ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് 2 തിയറികളാണ് നമുക്ക് നിലവിലുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ഒരു സേഫ്റ്റി വാൽവ് തിയറിയും 2 എന്ന് പറയുന്നത് ലൈറ്റനിങ് കണ്ടക്ടർ തിയറിയുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് സേഫ്റ്റി വാൽവ് തിയറിയാണ്. സേഫ്റ്റി വാൽവ് തിയറിയിൽ ഇത്രയാണ് പറയുന്നത്: ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ എ.ഒ. ഹ്യൂം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയത് അത് ബ്രിട്ടീഷുകാരുടെ അനുഗ്രഹാശിസുകളോടെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചപ്പേത്കർ സഹോദരന്മാരെ പോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തും റാഡിക്കൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഒരു സായുധ പോരാട്ടത്തിലൂടെ ബ്രിട്ടനെ അട്ടിമറിച്ച് കളയാമെന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്, ചില യുവാക്കളുണ്ട്, ചില ക്ഷുഭിത യൗവനങ്ങളുണ്ട്. അപ്പോൾ ഇവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതായത് ഇന്ത്യക്കാരുടെ ഡിമാൻഡുകൾ ബ്രിട്ടൻ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ എല്ലാവരെയും അവർക്കൊരു രാഷ്ട്രീയ സത്വമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി, ഒരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടാക്കിയ ഒരു ജിമിക്കാണ് അല്ലെങ്കിൽ ഒരു പറ്റിപ്പ് തട്ടിക്കൂട്ട് പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് സേഫ്റ്റി വാൽവ് തിയറി പറയുന്നത്. നേരെ മറിച്ച് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു തിയറിയാണ് ലൈറ്റനിങ് കണ്ടക്ടർ തിയറി. അപ്പൊ ലൈറ്റനിങ് കണ്ടക്ടർ തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ.ഒ. ഹ്യൂം ഒരു ഇടിമിന്നൽ രക്ഷാകവചമാണ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കാരൻ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനത്തെ ഒരിക്കലും ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി നശിപ്പിച്ചു കളയില്ല. അതുകൊണ്ടാണ് എ.ഒ. ഹ്യൂമിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ നേതൃനിരയിലേക്ക് തെരഞ്ഞെടുത്തത് എന്നാണ് ലൈറ്റനിങ് കണ്ടക്ടർ തിയറി പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ സംബന്ധിക്കുന്ന 2 സിദ്ധാന്തങ്ങൾ ഓർത്തു വെക്കുക. എന്തൊക്കെ പറഞ്ഞാലും ഇനി സേഫ്റ്റി വാൽവ് തിയറി ആണ് എന്നൊക്കെ പറഞ്ഞാലും 1920 കൂടിയിട്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നതോട് കൂടിയിട്ട് ഇന്ത്യൻ ദേശീയതയുടെ മുഖമായിട്ട് മാറുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ കുറിച്ച് പറഞ്ഞിരുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.